രണ്ട് സ്ഫെറിക്കൽ സർഫസുകളെ ദേ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്ഫിയർ ആണ്, ഇതും ഒരു സ്ഫിയർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് ഗോളങ്ങളായിട്ടുള്ള സർഫസുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇവർ രണ്ടു പേരും കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അതാണ് നമ്മളൊരു ലെൻസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നോക്കണേ, അപ്പോൾ ഇതൊരു സ്ഫിയർ ആണ്, ഒരു ഗോളമാണ്. ഇത് മറ്റൊരു ഗോളമാണ്. ആ രണ്ട് ഗോളത്തിനും ഒരു സെൻറ്റേഴ്സുകൾ ഉണ്ടാകും. ഈ സെൻറ്ററിനെ C1 എന്നും ഈ സെൻറ്ററിനെ C2 എന്നും പറയുന്നു. അഥവാ അവയെ പറയുന്ന പേര് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ കാണുന്ന കർവേച്ചറുകളുടെ സെൻറ്ററാണ്. ക്ലിയർ ആണല്ലോ? കർവേച്ചറുകളുടെ സെൻറ്ററാണ് C1 C2. അങ്ങനെങ്കിൽ ഇനി നോക്കണേ, ഈ രണ്ട് ഗോളങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആടോ ഈ കാണുന്നതിനെ ദാറ്റ്സ് കോൾഡ് കോൺവെക്സ് ലെൻസ്. ഓർത്തിരിക്കണേ, ആ ഒരു പോർഷനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഒന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് സ്ഫിയേഴ്സുകളുടെ സെൻറ്റേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ആക്സിസ്. ഓർത്തിരിക്കണം, അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ആക്സിസ് എന്നോ അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് എന്നോ പറയാറുണ്ട്. മറ്റൊന്ന്, ഇതൊരു മിറർ ആണല്ലോ, ലെൻസ് ആണല്ലോ, കോൺവെക്സ് ലെൻസ്. ആ ലെൻസിൻ്റെ സെൻറ്റർ പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെൻറ്റർ. അതാണ് ഈ ഒരു ഒപ്റ്റിക്സിൻ്റെ സെൻറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. രണ്ട് എൻഡുകളിലേക്ക് തിക്നെസ്, കട്ടി കുറഞ്ഞതും സെൻറ്റർ ഭാഗത്ത് കട്ടി കൂടിയതുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ലെൻസുകളെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നോക്കൂ, രണ്ട് ഗോളങ്ങളെ, അവ സ്ഫെറിക്കൽ സർഫസുകളെ ഇങ്ങനെ സം ഡിസ്റ്റൻസിൽ കെപ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് സെൻറ്റേഴ്സുകൾ ഉണ്ടാകും. അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചർ C1 C2. ആ സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ, ഓക്കെ, അതിനെ നമുക്ക് ഒപ്റ്റിക് ആക്സിസ് എന്ന് പറയാം. നോക്കണേ, അങ്ങനെയാണെങ്കിൽ ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഗ്യാപ്പ് കണ്ടോ? ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഭാഗത്ത് നമ്മളൊരു വാട്ടറോ ഒരു വെള്ളം നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഭാഗം കിട്ടുന്നുണ്ട്. ആ ഭാഗത്തിനെയാണ് കോൺകേവ് ലെൻസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്പാരന്റ് മീഡിയം അഥവാ ലൈറ്റിന് അതിലൂടെ കടന്നു പോകാൻ പറ്റാവുന്ന ഒരു വസ്തു, അതിനെയാണ് നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കുന്നത്. നോക്കണം, അതിനും ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക് സെൻറ്റർ. അതിനെ O എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. നോക്കണേ, അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. ലൈറ്റിന് ഈസിയായി കടന്നു പോകാൻ പറ്റാവുന്ന ഒരു വസ്തുവാണ്. ഓക്കെ, ഒരു ഗ്ലാസ് പോലെ ഒരു വസ്തുവാണ്. പക്ഷെ ഓർത്തിരിക്കണേ, രണ്ട് എൻഡും തിക്നെസ് കൂടിയതും മിഡിൽ അഥവാ സെൻറ്റർ ഭാഗം കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ഈ ഫിഗർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീഡിയത്തിനെയാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ഫെറിക്കൽ ലെൻസുകളുണ്ട്, കോൺവെക്സ് ആൻഡ് കോൺകേവ്. ക്ലിയർ അല്ലേ? നോക്കണേ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രത്യേകത നോക്കൂ, ഇത് രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകൾ ഉണ്ടാകും. കാരണം ഈ സർഫസിന് ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്, ഈ സർഫസിന് ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ക്ലിയർ? നോക്കണേ, അപ്പോൾ ഇതാണ് C1, ഇത് C2, ഇത് C1. ഇനി നോക്കണേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ അഥവാ പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി വരുന്ന ലൈറ്റ് റേസുകളാണെങ്കിൽ അല്ലെങ്കിൽ രശ്മികളാണ് എങ്കിൽ നോക്കണേ, അവർ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും, ഒരു പോയിന്റിൽ വന്ന് കൂട്ടിമുട്ടും. ക്ലിയർ? ആ പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, ആ പോയിന്റിന് പറയുന്ന പേര് ഫോക്കസ്. നമുക്ക് F1 എന്ന് പറയാം. രണ്ട് ഫോക്കസ് ഉണ്ട്. ഈ ലൈറ്റ് റേ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ, സൂര്യരശ്മികൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ, ആണോ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസുകളാണെങ്കിൽ ആ ലൈറ്റ് റേസ് ഇവിടുത്തെ ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യും. അതായിരിക്കും ആ ഒരു ലെൻസിൻ്റെ ഫോക്കസ്, അഥവാ സെക്കൻഡ് ഫോക്കസ് F2. ക്ലിയർ അല്ലേ? വെരി സിമ്പിൾ. അതുകൊണ്ട് തന്നെ ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും എല്ലാ ഡിസ്റ്റൻസും നമ്മൾ അളക്കേണ്ടത് ഒപ്റ്റിക് സെൻറ്ററിനായിരിക്കണം. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഫോക്കസിലേക്ക് വരക്കുന്ന ഡിസ്റ്റൻസ്, അതിനെയാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ F കൊണ്ട് സൂചിപ്പിക്കും, ഫോക്കൽ ലെങ്ത്. നോക്കണം, അതേപോലെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഈ കാണുന്ന ഫോക്കസിലേക്കുള്ള ദൂരം,
അതിന് നമുക്ക് സെൻറ്റർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അതല്ലെങ്കിൽ നോക്കണേ, ദാറ്റ് ഇസ് കോൾഡ് 2f. റേഡിയസ് ഓഫ് കർവേച്ചർ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫോക്കൽ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിരിക്കും എന്ന് നമ്മൾ റേ ഒപ്റ്റിക്സ് അഥവാ മുൻപ് ലൈറ്റ് റേസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. അപ്പോൾ നോക്കണേ, ഇത് 2f ആണ് ഈ ദൂരം. അപ്പോൾ ഇത് എഫ്, അതിൻ്റെ ഡബിൾ ആണ് സെൻറ്ററിലേക്കുള്ള ദൂരം. ക്ലിയർ? അപ്പോൾ നമുക്ക് 2f എന്ന് പറയാം. C1 എന്ന് പറഞ്ഞാൽ 2 × f. ക്ലിയർ ആണല്ലോ? ഇത് നോക്കണേ, ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിൻ്റെ പ്രത്യേകത നോക്കണം കേട്ടോ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് അഥവാ സമാന്തരമായി പോകുന്ന ലൈറ്റ് റേസുകളാണെങ്കിൽ, രശ്മികളാണ് എങ്കിൽ അവർ ഡൈവേർജ് ആണ് ചെയ്യുക. ശ്രദ്ധിക്കണേ, രണ്ട് ഭാഗത്തേക്കും ഡൈവേർജ് ചെയ്തിട്ടാണ് അവർ പോവുക. ഓക്കെ, നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഡൈവേർജൻ റേസുകൾ ഇനി എവിടെയും കൂട്ടിമുട്ടൂല. അപ്പം അതുകൊണ്ട് ഓരോ ബിഹൈൻഡിലേക്ക് ഇമാജിനറി ആയിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അവരൊരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. നോക്കണേ, ആ പോയിന്റിനെയാണ് ആ കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയാം. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കാണുന്ന ലൈറ്റ് റേ, ഇവിടേക്ക് പാരലായിട്ട് വരുന്ന എല്ലാ ലൈറ്റ് റേസുകളും ഒരു പോയിന്റിൽ പോയി മീറ്റ് ചെയ്യണം. അതുകൊണ്ട് കോൺവെക്സ് ലെൻസുകളെ കൺവേർജിങ് ലെൻസ് എന്ന് പറയാറുണ്ട്. മറന്നു പോരുത്, കോൺവെക്സ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് കൺവേർജിങ് ലെൻസ്. പക്ഷേ ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസുകൾ അവിടെ ഡൈവേർജ് ചെയ്തിട്ടാണ്, രണ്ടാൾ എവേ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇവരെ ഡൈവേർജൻറ്റ് ലെൻസ് എന്നും കോൺകേവ് ലെൻസുകളെ പറയപ്പെടുന്നു. ക്ലിയർ അല്ലേ? ഇത് നോക്കണേ, ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ഇക്വേഷൻസിനും നമുക്ക് ഒരേ ഇക്വേഷനാണ്. അത് കോൺവെക്സിനും കോൺകേവിനും അപ്ലിക്കബിൾ ആണ്. രണ്ടിനും ഒരേ ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ അവിടെ മാറ്റം എന്താ വെച്ചാൽ സൈൻ കൺവെൻഷനാണ്. ചിലപ്പോൾ നെഗറ്റീവ് ആവും, ചില ടേമുകൾ പോസിറ്റീവ് ആകും. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറാതിരിക്കാൻ വേണ്ടി നമ്മളൊരു റൂൾ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നോക്കണേ, കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. റൂൾ ഒന്ന് നോക്കണം കേട്ടോ, വളരെ സിമ്പിളാണ്. റൂൾ ഇതാണ്. ഇതിന് എക്സ് ആക്സ് ആയിട്ട് എടുക്കുന്നു, ഇത് വൈ ആക്സ് ആയിട്ട് എടുക്കുന്നു. ഇത് ഒപ്റ്റിക് സെൻറ്റർ. ഒന്നാമത്തെ റൂള് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ റൂള്, ഓൾ ഡിസ്റ്റൻസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. എല്ലാ ദൂരവും അളക്കേണ്ടത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നായിരിക്കണം. ക്ലിയർ? ഇനി നോക്കണേ, ഇതാണ് ലൈറ്റ് റേ വരുന്ന ഭാഗം. നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ടാണ്, റൈറ്റ് ഭാഗത്തേക്കാണ് ലൈറ്റ് റേ പോകുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് പോകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, മനസ്സിലാക്കണേ, അങ്ങനെയാണ് ഡയറക്ഷൻ പറയേണ്ടത്. അല്ലെങ്കിൽ റൈറ്റുള്ളത് എപ്പോഴും പോസിറ്റീവ്, ലെഫ്റ്റുള്ളത് നെഗറ്റീവ്, അങ്ങനെയല്ല. നോക്കണം, ലൈറ്റ് ഫോളോ ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂസ് നെഗറ്റീവ് ആയിരിക്കും. ഇനി ലൈറ്റ് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് സൈൻ കൺവെൻഷൻ്റെ പ്രധാനമായ റൂളുകൾ. നോക്കണേ, അപ്പോൾ ഇനി വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നോക്കൂ, കോൺവെക്സ് ലെൻസ് ഇതാണ്. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതാണ് ഫോക്കസ്. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ വരുന്നത്, നോക്കൂ, ആണോ? അപ്പോൾ ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം അതാണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ലൈറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അളക്കുന്നത്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ കോൺകേവ് ലെൻസിന് നോക്കൂ, ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, ആണോ അല്ലേ? പക്ഷെ ഇത് നോക്കൂ, ഫോക്കൽ ലെങ്ത് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ്. അഥവാ ലെഫ്റ്റ് സൈഡ്, അതായത് ഇവിടെ ലൈറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. ഈ ഫോക്കൽ ലെങ്ത്തിനെ തിരിച്ചിട്ടാൽ, അതായത് 1/f എന്ന് എഴുതിയാൽ അതാണ് പവർ. ഓരോ ലെൻസുകൾക്ക് പവർ ഉണ്ട് അല്ലേ? നമ്മളെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കാഴ്ച കാണാതെയോ അല്ലെങ്കിൽ മങ്ങലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സിനെ പോയി കാണും. അപ്പോൾ ആ ഡോക്ടേഴ്സ് നമ്മുടെ കണ്ണ് പരിശോധിച്ച് നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ള പവർ, ആ പവറിനനുസരിച്ച ലെൻസാണ് നമുക്ക് പ്രിഫർ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് എഴുതി തരാറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പവർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോക്കൽ ലെങ്ത് ആണ് യൂസ് ചെയ്യുക. നോക്കണേ, അപ്പോൾ 1/f എന്ന് പറഞ്ഞാൽ പവറാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് പവറും പോസിറ്റീവാണ് കോൺവെക്സ് ലെൻസിന്. ക്ലിയർ ആണോ? മാത്രമല്ല അവിടെ കിട്ടുന്നത് റിയൽ ഇമേജുകളായിരിക്കും. ക്ലിയർ? ഓക്കെ.
റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, നോക്കണം. അപ്പോൾ കോൺവെക്സ് ലെൻസുകൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കാണാറുള്ളത് ക്യാമറ, സിനിമ സ്ക്രീൻ, ഐ ലെൻസ്, കണ്ണുകൾ ഉപയോഗിക്കുന്ന ലെൻസുകളിലേക്കാണ് ഇത്തരത്തിലുള്ള കോൺവെക്സ് ലെൻസുകൾ കണ്ടുവരാറുള്ളത്. ഇനി കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ്. ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പവറും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇവിടെ കിട്ടുന്ന ഇമേജുകൾ, പവറിൻ്റെ യൂണിറ്റ് മറന്നു പോകരുത്, SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ, ക്യാപിറ്റൽ D. ഓക്കെ, ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ നമുക്ക് പവർ കാണാൻ പറഞ്ഞ് ഫോക്കൽ ലെങ്ത് തരും, ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലായിരിക്കും തന്നിട്ടുണ്ടാവുക. സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോഴേ നമുക്ക് പവർ ഡയോപ്റ്റർ എന്ന് പറഞ്ഞ SI യൂണിറ്റിൽ ആൻസർ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ആ പോയിന്റ് മറന്നു പോകരുതേ. ഓക്കെ, ഈ നമുക്ക് അവിടെ കിട്ടുന്ന ഇമേജ് എപ്പോഴും വെർച്വൽ ആയിരിക്കും, അവ സ്ക്രീനിലല്ല ഇമേജ് ഫോം ചെയ്യുക. ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കണേ, അത് ബൈനോക്കുലേഴ്സിലും ഈ ഫ്ലാഷ് ലൈറ്റുകളിലുമാണ് നമ്മൾ കോൺകേവ് ലെൻസുകൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. ക്ലിയർ? കാരണം ലൈറ്റ് റേസുകൾ ഡൈവേർജ് ചെയ്ത് പോകാൻ, കൂടുതൽ ഏരിയയിലേക്ക് ലൈറ്റിനെ കാണണമെങ്കിൽ കോൺകേവ് ലെൻസുകളെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കണേ, നമുക്ക് ലെൻസിൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഭാഗത്ത് വെക്കുമ്പോൾ ഇമേജ് എവിടെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റൂളുകൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായ റൂളുകൾ നോക്കണം കേട്ടോ. ഫസ്റ്റ്, കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, 3 റൂളുകളാണുള്ളത്. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചോ. 3 റൂളുകളാണുള്ളത്. ഓർത്തിരിക്കണേ, ഇതിന് 2 സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ടാവും, 2 ഫോക്കസ് ഉണ്ടാവും. അപ്പോൾ F1 2F1, F2 2F2. സിമ്പിൾ. ഒന്നാമത്തെ റൂൾ നോക്കണം, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് സമാന്തരമായി വരുന്ന ലൈറ്റ് റേസുകളാണെങ്കിൽ, രശ്മികളാണ് എങ്കിൽ അവർ കണ്ടോ ഈ ഫോക്കസിലൂടെ കടന്നു പോകും. ക്ലിയർ? രണ്ടാമത്തെ റൂൾ നോക്കണേ, നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. ഫോക്കസിലൂടെ വരുന്ന ലൈറ്റ് റേസുകളാണെങ്കിൽ, കണ്ടോ ഫോക്കസിലൂടെ വരുന്ന രശ്മികളാണെങ്കിൽ അവരിനി പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. ഇനി മൂന്നാമത്തത്, ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വരുന്ന ലൈറ്റ് റേ ആണെങ്കിൽ അതുപോലെ തന്നെ കടന്നു പോകും. കണ്ടോ, വളരെ സിമ്പിളാണ്. ഈ 3 റൂളിലെ ഏതെങ്കിലും 2 റൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമേജ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണ് ഇമേജ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് കോൺകേവ് ലെൻസിനെ കൂടി നോക്കാം. നോക്കൂ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസുകളാണ് എങ്കിൽ ഇവർ ഡൈവേർജ് ചെയ്തിട്ടാണ് പോവുക. പക്ഷേ ആ ഡൈവേർജ് ചെയ്ത റേനെ പുറകിലോട്ട്, ബിഹൈൻഡിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് ഫോക്കസിലേക്ക് വരും, ഒന്നാമത്തെ ഫോക്കസിൽ, F1. ക്ലിയർ? ഇനി നോക്കണേ, രണ്ടാമത്തെ റൂൾ ഇതാണേ, നേരെ തിരിച്ച് ഫോക്കസിലേക്ക് വരുന്ന ലൈറ്റ് റേ ആണെങ്കിൽ ഉണ്ടോ, അവിടുത്തെ ഫോക്കസിലേക്ക് വരുന്ന ലൈറ്റ് റേ ആണെങ്കിൽ ആ ലൈറ്റ് റേന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. അപ്പോൾ ഈ ലൈറ്റ് റേനെ ബിഹൈൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് F2 എന്ന ഫോക്കസിലൂടെ കടന്നു പോകും. സിമ്പിൾ. ഇനി ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്ന ലൈറ്റ് റേ ആണെങ്കിൽ അതേപോലെ തന്നെ കടന്നു പോകുന്നു. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പ്രധാനമായ 3 റൂളുകൾ. ക്ലിയർ? കോൺവെക്സിന് 3, കോൺകേവിന് 3. ഇവിടെ വളരെ സിമ്പിളാണ്. പ്രിൻസിപ്പൽ ആക്സിസിന്, കോൺകേവിൻ്റെ ആണ് തെറ്റിക്കരുതേ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ആണെങ്കിൽ ഡൈവേർജ് ചെയ്തു പോകും. ക്ലിയർ? അപ്പോൾ അതിനെ പുറകിലോട്ട്, ബിഹൈൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഫോക്കസിലേക്ക് എത്തും. ഇനി ഫോക്കസിലേക്ക് വരുന്ന ലൈറ്റ് റേ ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. അപ്പോൾ ആ വരുന്ന ലൈറ്റ് റേനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഫോക്കസിലേക്ക് എത്തും. ക്ലിയർ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെറ്റിക്കരുത്, പലരും തെറ്റിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ റേ ഡയഗ്രാം, ഇതിനെ റേ ഡയഗ്രാം എന്നാ പറയുക, ഈ ഡയഗ്രാം വരക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നോക്കണേ, നമ്മൾ ഇമേജ് ഫോർമേഷൻ, എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക, ആ ഇമേജിൻ്റെ നേച്ചർ, ഓക്കെ, എന്താണ് ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇമേജിൻ്റെ സൈസ് ചെറുതാണോ വലുതാണോ എന്നുള്ളതൊക്കെ നമുക്കത് കണ്ട് മനസ്സിലാക്കാം. നോക്കൂ, ഇതൊരു കോൺവെക്സ് ലെൻസാണ്. ഞാൻ ആദ്യമായിട്ട് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കാം. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെ, അനന്തതയിൽ. ഓക്കെ, അപ്പോൾ അനന്തതയിൽ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുക, അങ്ങ് ഇൻഫിനിറ്റിയിൽ. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസുകൾ അല്ലെങ്കിൽ രശ്മികൾ എപ്പോഴും പാരലായിരിക്കും പ്രിൻസിപ്പൽ ആക്സിസിന്. ക്ലിയർ? മറന്നു വരുത്, ഒബ്ജക്റ്റ് അങ്ങ് ദൂരെയാണെങ്കിൽ അവിടുന്ന് വരുന്ന ലൈറ്റ് റേസുകൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. ഈ പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസുകൾ നമുക്കറിയാം
ഒരു ഫോക്കസിലേക്ക് കടന്നു വരും. കണ്ടോ? ഈ ലെൻസിലൂടെ കടന്നു വരുന്ന ലൈറ്റ് റേസുകൾ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. അപ്പം നോക്കി, അങ്ങ് ദൂരെ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് ഫോക്കസിലാണ് കിട്ടുക. ആ ഇമേജിൻ്റെ സൈസ് നോക്കൂ, ഒരു ചെറിയ കുത്ത് പോലെ, ചെറിയ കുത്താണ് കണ്ടോ, ഒരു സ്മോൾ പോയിന്റ്. അതുകൊണ്ട് തന്നെ ആ ഇമേജിനെ കുറിച്ച് പറയാം, അത് റിയൽ ഇമേജുകളാണ്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ലൈറ്റ് റേസ് ഡയറക്റ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഇമേജ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് റിയൽ ഇമേജസ് എന്ന് പറയും. റിയലാണ്, ഇൻവേർട്ടഡ് ആയിരിക്കും, തല കുത്തനുള്ള ഇമേജാണ് കിട്ടുക. ഇതിങ്ങനെ മുകളിലോട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് വെക്കുന്നതെങ്കിൽ ഇമേജ് താഴോട്ടായിരിക്കും ഉണ്ടാവുക, തല കുത്തനായിരിക്കും. അപ്പോൾ റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സൈസ്ഡ്, ഒരു പോയിന്റ് പോലെയാണ് കാണുക. അവിടെ നമ്മൾ ഇവിടുന്ന് സ്റ്റാറുകൾ നോക്കാറുണ്ട്. അപ്പോൾ ലെൻസ് ഉപയോഗിച്ചൊരു സ്റ്റാറിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു ചെറിയ പുള്ളിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത്ര ചെറിയ പുള്ളിയാണോ? വലിയ ഒബ്ജക്റ്റാണ്. അതന്നെ എൻ്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇത് നോക്കണേ, രണ്ടാമത്തെ റൂൾ. ഒബ്ജക്റ്റിന് ഞാൻ ഓരോ പോയിന്റിലേക്ക് കേട്ടോ. അപ്പം അങ്ങ് ദൂരെയാണ്. ഇനി 2F2 പുറകിൽ കണ്ടോ, 2F2 പുറകിൽ AB എന്നൊരു വസ്തുവിനെ വെച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് റൂൾ യൂസ് ചെയ്യാൻ പോവുകയാണെ. ഒന്നാമത്തെ റൂള്, പ്രിൻസിപ്പൽ ആക്സിസിൽ അവ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ ആണെങ്കിൽ കണ്ടോ, ഫോക്കസിലൂടെ കടന്നു പോകുന്ന രശ്മിയാണെങ്കിൽ അത് ഇനി പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. കണ്ടോ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോയി. ഇനി ഒന്നാമത്തെ റൂള്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേ ആണെങ്കിൽ അത് ഫോക്കസിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ കടന്നു പോകുന്ന രശ്മികളുണ്ടല്ലോ, ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. കണ്ടാ, ഇതാണ് AB എന്ന വസ്തുവിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ ഇമേജ് എന്ന് പറയാം. A', B'. ക്ലിയർ? എൻ്റെ സൈസ് നോക്കി, ഇവിടെ എത്ര വലിയ ഒബ്ജക്റ്റ് ആണ്, ഇവിടെ ഒബ്ജക്റ്റ് ചെറുതാ. അപ്പോൾ ഇമേജ് എങ്ങനെ കിട്ടിയിരിക്കുന്നത്? റിയൽ ആണ്. കണ്ടോ, ഈ പോകുന്ന ലൈറ്റ് റേസ് ഡയറക്റ്റ് കൂട്ടിമുട്ടിയിട്ടാണ് ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റിയൽ ഇമേജ് ആണ്. നോക്കൂ, തല കുത്തനല്ല ഇമേജ് കിട്ടിയിട്ടുള്ളത്, ഒബ്ജക്റ്റ് മുകൾക്കാണ്, ഇമേജ് താഴോട്ടാണ്. അപ്പോൾ ഇൻവേർട്ടഡ്, അപ്പോൾ റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് നോക്കൂ, സ്മോൾ സൈസ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ വളരെ ചെറുത് എന്നൊക്കെ പറയാം. ഇനി അടുത്ത റോള് നോക്കി, ഒബ്ജക്റ്റ് ഇനി 2F2 വെക്കുക. അപ്പോൾ ആദ്യം അങ്ങ് ദൂരെ വെച്ചു, ഈ 2F2 പുറകിൽ വെച്ചു, ഇനി 2F2 വെക്കുന്നു. നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രണ്ട് റൂൾ ഉപയോഗിക്കുക. നോക്കൂ, ഒന്നാമത്തെ റൂള് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നതും ഫോക്കസിലൂടെ പോകുന്നതും. നേരത്തെ പറഞ്ഞ അതേ റൂളുകൾ. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പോകുന്ന ലൈറ്റ് റേ ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നവരാണെങ്കിൽ ഫോക്കസിലൂടെ കടന്നു പോകും, ഫോക്കസിലൂടെ പോകുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. കണ്ടോ, ഇവർ കൂട്ടിമുട്ടും, അവിടെയാണ് ഇമേജ് കിട്ടുന്നത്. വെരി സിമ്പിൾ. അപ്പോൾ നോക്കൂ, 2F1 അവിടെയാണ് ഇമേജ് വരുന്നത്. ഇമേജ് നോക്കൂ, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ആൻഡ് സെയിം സൈസ്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നോക്കണേ, ഇതാണ് A', B'. ഇനി ഒബ്ജക്റ്റിനെ എവിടെ വെക്കും? ബിറ്റ്വീൻ 2F2 F2 ഇടയിൽ. അപ്പോൾ നോക്കി, ഏതെങ്കിലും ഒരു റൂള്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നു, ഫോക്കസിലൂടെ പോകുന്നു. ഇവർ ഇനി ഫോക്കസിലൂടെ കടന്നു പോകും, ഇത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. അപ്പോൾ അവർ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇമേജ് കിട്ടുന്നു. നോക്കൂ, AB എന്ന ചെറിയ ഒബ്ജക്റ്റാണ് വെച്ചത്, നമുക്ക് കിട്ടിയ ഇമേജ് വലുതാണ്, തലകുത്തനെയാണ്. അപ്പോൾ വലിയ ഇമേജ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ഇനി അടുത്ത കേസ്, ഒബ്ജക്റ്റിനെ ഫോക്കസിലാണ് വെക്കുന്നതെങ്കിൽ, F2 വെക്കുന്നതെങ്കിൽ നോക്കൂ, നമ്മുടെ റൂളുകൾ. ഒന്ന്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നു, അവർ ഫോക്കസിലൂടെ പോകുന്നു. ഇനി ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫോക്കസിൽ ഇതിലൂടെ പോകുന്ന നമുക്ക് വരക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത റൂൾ എടുക്കുക, ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നതാണെങ്കിൽ അതുപോലെ തന്നെ കടന്നു പോകും. നോക്കി, ഇത് രണ്ട് പാരലൽ ലൈൻസ് ആണ്. പാരലൽ, അവ സമാന്തരമായ രണ്ട് വരകൾ ഒരിക്കലും കൂട്ടിമുട്ടൂല. അതിനർത്ഥം ശ്രദ്ധിക്കണം, ഒരിക്കലും കൂട്ടിമുട്ടൂല എന്ന് പറഞ്ഞാൽ അത് കൂട്ടിമുട്ടും എവിടെ അറിയോ? ഇൻഫിനിറ്റി, അങ്ങ് ദൂരെ. കാരണം നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ദൂരെയുള്ള ഒബ്ജക്റ്റ് നോക്കുമ്പോൾ വരുന്ന ലൈറ്റ് റേസുകൾ പാരലൽ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേസ് എവിടെ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് അർത്ഥം? അങ്ങ് ദൂരെ. ക്ലിയർ? കാരണം ലൈറ്റിന് അത്രത്തോളം ദൂരം സഞ്ചരിക്കാൻ കഴിയും. അപ്പം അങ്ങ് വളരെ അകലെയുള്ള ദൂരത്തിൽ പോയിട്ട് അവർ കൂട്ടിമുട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇമേജിൻ്റെ സൈസ് വലിയ ഇമേജ് ആയിരിക്കും, തല കുത്തനെ, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ഓക്കെ, ഇത് പോയി കൂട്ടിമുട്ടുന്നുണ്ടല്ലോ അങ്ങ് ദൂരെയാണെങ്കിലും. ഓക്കെ, ഇനി നോക്കണേ, അപ്പോൾ ഫോക്കസിൽ വെച്ചു. ഇനി ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെന്ററിൻ്റെയും ഇടയിലാണ് AB എന്ന ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേസുകൾ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഇനി ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നത് അങ്ങനെ തന്നെ പോകുന്നു. പക്ഷെ നോക്കണേ, ഇവർ തമ്മിൽ ഒരിക്കലും
എത്ര ദൂരത്തേക്ക് വരച്ചാലും ഇൻഫിനിറ്റിയിലേക്ക് വരച്ചാലും കൂട്ടിമുട്ടൂല. പക്ഷേ അപ്പോൾ അവരെ നമ്മൾ പുറകിലോട്ട് വരക്കും. അടാ അപ്പോൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അവിടെയാണ് ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ എ ബി എന്ന വസ്തുവിൻ്റെ ഇമേജ് കിട്ടുന്നത് എ ഡാഷ് ബി ഡാഷ്. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. നോക്കട്ടോ, ആ ഇമേജ് നോക്കണം കേട്ടോ. അത് റിയൽ അല്ല. കാരണം ഈ പോകുന്ന ലൈറ്റ് റേസ് കൂട്ടിമുട്ടിട്ടാണോ? അല്ല, അതിൻ്റെ ഇമാജിനറി ആയിട്ട് പുറകോട്ട് വരച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് അതിനെ വെർച്വൽ എന്ന് പറയും. ഇമേജ് നോക്കൂ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേപോലെയാണ്. അപ്പോൾ അതിന് ഇറക്റ്റ് എന്ന് പറയും. അപ്പോൾ വെർച്വലാണ്, ഇറക്റ്റ് ആണ്. ക്ലിയർ? സൈസ് ഹൈലി എൻലാർജ്ഡ്, വലിയ അല്ലെങ്കിൽ ഒരു ജയൻറ്റ് സൈസ്ഡ് എന്നൊക്കെ പറയും. വലുതാണ്, വളരെ വലുതാണ്. ഇതാണ് കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ. മനസ്സിലാക്കണേ, കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ വളരെ സിമ്പിൾ. കണ്ടോ, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഫോക്കസിലാണ് ഇമേജ് കിട്ടുക. അപ്പോൾ നേരെ തിരിച്ചുണ്ടോ, ഒബ്ജക്റ്റ് ഫോക്കസിലാണെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റിയിൽ കിട്ടും. നേരെ തിരിച്ച് പറയാം. കണ്ടോ, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2f2 ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ 2f1 ആൻഡ് f1. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ f ആൻഡ് 2f ആണെങ്കിൽ ഇമേജ് ബിയോണ്ട് അല്ലെങ്കിൽ 2f1 പുറകിൽ. ഇനി അതുപോലെ ഒബ്ജക്റ്റ് 2f ആണെങ്കിൽ 2f തന്നെ ഇമേജ് കിട്ടുന്നു. ഇനി ഒബ്ജക്റ്റ് f2നും ഓൻ്റെയും ഇടയിലാണെങ്കിൽ അത് അതേ സൈഡിലാണ് കിട്ടുന്നത്. കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് എ ഡാഷ് ബി ഡാഷ്. ക്ലിയർലേ? ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ. ഇനി അതേപോലെ കോൺകേവ് ലെൻസിൻ്റെ കേസിൽ, ഈ കോൺകേവ് ലെൻസിലേക്ക് വരുമ്പോൾ കോൺകേവ് ലെൻസിൽ നമുക്ക് രണ്ട് ഇമേജ് ഫോർമേഷനേ ഉള്ളൂ. കുറേ ഒന്നും പറയാനില്ല. രണ്ടവസ്ഥ. ഒന്ന്, ഒബ്ജക്റ്റ് അങ്ങ് അനന്തതയിലാണെങ്കിൽ ഓക്കെ, വരുന്ന ലൈറ്റ് റേസുകളൊക്കെ പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും. സമാന്തരമായി വരുന്ന ലൈറ്റ് റേസുകൾ ഇത് കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് അവർ ഡൈവേർജസ് അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ അവരെ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യും, യോജിപ്പിക്കുന്നു. അവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നു. പറഞ്ഞേ, അവ ഫോക്കസിലാണ് കിട്ടുക. ക്ലിയർ? മറന്നു വരുതേ, ഇമേജ് ഫോക്കസിൽ കിട്ടുന്നു. ഇമേജിൻ്റെ സൈസ് മറന്നു വരുതേ, പോയിന്റ് സൈസ്ഡ് അല്ലെങ്കിൽ ഹൈലി ഡിമിനിഷ്ഡ്, വളരെ 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 ചെറുത്. അതല്ലെങ്കിൽ നോക്കൂ, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇത് വെർച്വലാണ്, ഇമാജിനറി ആയിട്ട് വരച്ചിട്ട ഇമേജ് കിട്ടിയത്. അപ്പോൾ വെർച്വലാണ്, ഇറക്റ്റ് ആണ്. ഇനി ഇതിൽ ബിറ്റ്വീൻ 2f2 അല്ലെങ്കിൽ 2f1 f1 എന്ന് പറഞ്ഞ പോർഷൻ ഒന്നുമില്ല ഇവിടെ. ഇനി ലെൻസിൻ്റെ ഫ്രണ്ടിൽ എ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, അത് എവിടെ വെച്ചാലും ശരി, ആ വരുന്ന ലൈറ്റ് റേസുകൾ പ്രിൻസിപ്പൽ ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്നതാണെങ്കിൽ അതേപോലെ പോകും. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്നതാണെങ്കിൽ അത് ഡൈവേർജ് ചെയ്യും. പക്ഷേ ബിഹൈൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് ഫോക്കസിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നോക്കി, ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. എ ഡാഷ് ബി ഡാഷ് കിട്ടിയോ? അപ്പോൾ ഇമേജ് നോക്കൂ, വെരി വെരി സ്മോൾ, ചെറിയ ഇമേജാണ് കിട്ടുന്നത്. ഇമേജ് ഫോം ചെയ്യുന്നത് ഈ f1ൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇടയിലാണ്. മാത്രമല്ല ഡിമിനിഷ്ഡ്, വെരി വെരി സ്മോൾ ആണ്. മാത്രമല്ല വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇതുകൊണ്ടാണ് പറയുന്നത് കോൺകേവ് മിറേഴ്സുകൾ എപ്പോഴും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജുകളാണ് ഫോം ചെയ്യുക. ഓക്കെ, ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തു എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് ലെൻസ് ഇക്വേഷൻ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, നമ്മുടെ ഹയർ സെക്കൻഡറി +2 റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെയും ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവും. നോക്കുക, എൻട്രൻസ് എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. നോക്കണേ, ഒന്ന് ഓർത്തിരിക്കും. ഇതൊരു ലെൻസാണ്, കോൺവെക്സ് ലെൻസാണ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇത് f1 f2 രണ്ട് ഫോക്കസ് ആണ്. 2f1 2f2 രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചറുകളാണ്. ഇത് നോക്കണം കേട്ടോ, ഞാൻ f2ൻ്റെയും 2f2ൻ്റെയും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ബിയോണ്ട് 2f1 കിട്ടും. വലിയ ഇമേജ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചതാ. അങ്ങനെയെങ്കിൽ നോക്കുക, ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും നോക്കൂ ഫോക്കസിലേക്കുള്ള ദൂരം, അതിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ഒബ്ജക്റ്റ് വസ്തുവിലേക്കുള്ള ദൂരം, അതിന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന സ്മോൾ ലെറ്റർ യു കൊണ്ടാണ് സൂചിപ്പിക്കുക. അതേപോലെ ഒബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം, അതിനെ വി എന്ന് പറയും. ക്ലിയർ? ഇക്വേഷൻസ് മറന്നുപോലെ, യു എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, വി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം, എഫ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. ക്ലിയർ? ഇനി നോക്കുക, ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. 1/v - 1/u = 1/f. ഇതാണ്
ലെൻസ് ഫോർമുല എന്ന് പറയുന്ന ഇക്വേഷൻ. നോക്കണേ, ലെൻസ് ഫോർമുല ഇത് തന്നെയാണ് നമുക്ക് പ്ലസ് ടുവിലും പഠിക്കാനുള്ളത്. പക്ഷെ പ്ലസ് ടുവിൽ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ? വ്യത്യാസം മനസ്സിലായല്ലോ? അതെങ്ങനെ കിട്ടി എന്നാണ് അവിടെ നമ്മൾ പ്രൂവ് ചെയ്യും. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക? 1 ഇൻറ്റു യു മൈനസ് 1 ഇൻറ്റു വി. അപ്പോൾ യു മൈനസ് വി ഡിവൈഡഡ് ബൈ യു വി. അതാണ് 1/f. അപ്പോൾ ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടതെങ്കിൽ രണ്ട് ഭാഗത്തും തിരിച്ചിടുക. അപ്പോൾ നോക്കിയേ, എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി. ഈ ഇക്വേഷനാണ് ഫോക്കൽ ലെങ്ത് കാണാൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോക്കൽ ദൂരം കാണാൻ ഉപയോഗിക്കുന്നത്. നോക്കണേ, ഇതേപോലെ തന്നെ നമുക്ക് വി ഈസ് ഈക്വൽ ടു സിമിലർ നോക്കണേ, വളരെ സിമ്പിളാണ്. ഈ 1/u പുറത്തേക്ക് വരും, പ്ലസ് ആകും. അപ്പോൾ 1/u ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u. അതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. വി ഈസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാറുണ്ട്. അതിൽ നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു 60% ക്വസ്റ്റ്യൻ വി കാണാനായിരിക്കും. യു എഫ് ഡിവൈഡഡ് ബൈ യു പ്ലസ് എഫ്. എഫ് ആണ് കാണുന്നെങ്കിൽ യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ്. ക്ലിയർ? രണ്ട് ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഇനി ഒരു എക്സാമ്പിൾ നോക്കണം കേട്ടോ, വളരെ സിമ്പിളാണ്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഒരു വസ്തു 90 സെൻറ്റിമീറ്റർ അകലെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇമേജ് 30 സെൻറ്റിമീറ്റർ അകലെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് കാണാൻ പറയാം. അതാ നമ്മുടെ ഇക്വേഷൻ എന്താ ഫോക്കൽ ലെങ്ത് കാണാനുള്ളത്? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ യു നോക്കണം കേട്ടോ. ഫോക്കൽ ലെങ്ത് യു വി ഡിവൈഡഡ് ബൈ യു മൈനസ് വി ആണ്. ശരി അല്ലടാ, നോക്കുക, ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്, ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്, വസ്തു. അപ്പോൾ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം പറഞ്ഞേ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതാണ് കറക്റ്റ്, അതാ ശ്രദ്ധിക്കേണ്ടത്. കണ്ടോ, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം നെഗറ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -90 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യനിൽ 90 തന്നാലും നമ്മൾ സൈൻ കൺവെൻഷൻ കൊടുത്ത് എഴുതണം. ഇനി വി, ഇമേജ് ഇപ്പുറത്തായിട്ടുള്ളത് ലെൻസ് കോൺവെക്സ് ലെൻസ് അല്ലേ, ഇപ്പുറത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ വിൻ്റെ വാല്യൂ 30 ആണ്, പ്ലസ് 30 ആണ്. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു മൈനസ് എഫ്. യു എന്ന് പറഞ്ഞാൽ നോക്കൂ മക്കളെ, -90 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ 30. താഴെ -90 -30. ഈ മൈനസ് ആണ്, തെറ്റിക്കരുത്, ഈ 30 ആണ് എഴുതിയിട്ടുള്ളത്. അപ്പം നേരെ മൾട്ടിപ്പിൾ ചെയ്യുക. -90 -30 എന്ന് പറഞ്ഞാൽ -120 ആണ്. ഇവിടുന്ന് രണ്ട് നെഗറ്റീവ് ക്യാൻസലായി പോയി, 0 വെട്ടിപ്പോയി. ബാക്കി നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഇസ് ഏകദേശം 22.5 സെൻറ്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് ഉള്ളത്. അഥവാ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫ്രണ്ടിൽ 90 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെക്കുകയും അതിൻ്റെ ഇമേജ് 30 സെൻറ്റിമീറ്റർ പുറകിൽ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ആ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം എന്ന് പറഞ്ഞാൽ 22.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നോക്കണം കേട്ടോ, മാഗ്നിഫിക്കേഷൻ. എന്താ മാഗ്നിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിൻ്റെ നേച്ചർ മനസ്സിലാക്കാൻ, നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതി അഥവാ അതിൻ്റെ രീതി, പ്രകൃതം മനസ്സിലാക്കുക. ഓക്കെ, പ്രകൃതം മനസ്സിലാക്കുക മീൻസ് അത് ചെറുതാണോ വലുതാണോ, റിയൽ ആണോ ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് മാഗ്നിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ അതിന് ഇക്വേഷൻ ഓർത്തിരിക്കണേ, എം ഈസ് ഈക്വൽ ടു HI/HO അഥവാ ഹൈറ്റ് ഓഫ് ഇമേജിൻ്റെയും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിൻ്റെയും റേഷ്യൂവിനെയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ സ്മോൾ ലെറ്റർ എം കൊണ്ടാണ് സൂചിപ്പിക്കുക. അതല്ലെങ്കിൽ V/U. തെറ്റിക്കരുത് കേട്ടോ. മിറർ ആകുമ്പോൾ -V/U, ലെൻസ് ആകുമ്പോൾ V/U. ഓക്കെ, ഇനി നോക്കണേ. അപ്പോൾ അത് സംശയം ഉണ്ടാകും, എങ്ങനെയാ ഈ ഒരു മാഗ്നിഫിക്കേഷൻ V/U വെച്ചിട്ട് നമ്മൾ ഇമേജിൻ്റെ സൈസ് പറയാം? അതിനാണ് നോക്കണേ, മാഗ്നിഫിക്കേഷന് വരാവുന്ന 3 വിലകളാണ്. ഒന്നുകിൽ 1 എന്ന് വരാം, അതല്ലെങ്കിൽ 1നേക്കാൾ ചെറിയ വാല്യൂ, അതല്ലെങ്കിൽ നോക്കണേ 1നേക്കാൾ വലിയ വാല്യൂ. ഇങ്ങനെ 3 സാധ്യതകളാണ്. ഒന്നുകിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലുതായിരിക്കും, അല്ലെങ്കിൽ 1നേക്കാൾ ചെറുതായിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അവിടെ നെഗറ്റീവ് എടുക്കരുത് കേട്ടോ. അത് നോക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് എടുക്കണ്ട, പോസിറ്റീവ് വെച്ച് മാത്രം. അതാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് അതിന് പറയാം. നെഗറ്റീവ് എടുക്കൂല, പോസിറ്റീവ് മാത്രം എടുക്കുക. ഇത് നോക്കണേ, ശ്രദ്ധിച്ചോട്ടോ. എടാ, ഈ എമ്മിൻ്റെ വാല്യൂ 1 ആവണമെങ്കിൽ എടോ HI-യും HO-യും ഒരേ നമ്പർ ആവണ്ടേ?
ഇത് 2 ആണെങ്കിൽ ഇത് 2 ആവണം, അപ്പോഴല്ലേ വെട്ടിപ്പോയി ആൻസർ 1 കിട്ടുള്ളൂ. ഇത് 3 ആണെങ്കിൽ ഇത് 3 ആവണം, ഇത് 10 ആണെങ്കിൽ ഇത് 10 ആവണം. അതിൻ്റെ അർത്ഥം എന്താ? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എത്രയാണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും ഇമേജിൻ്റെ ഹൈറ്റും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും സെയിം ആണ്. അഥവാ അതിൻ്റെ അർത്ഥം ഇമേജിൻ്റെ സൈസ് സെയിം ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ആ വസ്തുവിൻ്റെ സൈസ് എത്രയാണോ അതേ വലിപ്പമാണ് ഇമേജിനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതാവണമെങ്കിൽ നോക്കൂ, ഇതിൻ്റെ വാല്യൂ 1നേക്കാൾ ചെറുതാവണമെങ്കിൽ നോക്ക്, താഴത്തെ ടേം മുകളിലത്തേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ? എടാ 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? 1നേക്കാൾ ചെറുതല്ലേ? അപ്പോൾ 2/1 ആണെങ്കിലോ? അപ്പോൾ 2 ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ 2 നമ്പറിനെ ഹരിക്കുമ്പോൾ ആൻസർ 1നേക്കാൾ ചെറുത് കിട്ടണമെങ്കിൽ താഴത്തെ ടേം മുകളിലത്തെ ടേമിനേക്കാൾ വലുതായിരിക്കണം. ദാറ്റ്സ് ഓൾ. അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ ഹൈറ്റ് ചെറുതായിരിക്കും എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ഇവിടുന്ന് മനസ്സിലായി ഡിമിനിഷ്ഡ്, ചെറിയ ചെറിയ ഇമേജുകളാണ് കിട്ടുക. ഇനി എമ്മിൻ്റെ വാല്യൂ 1നേക്കാൾ വലുതാവണമെങ്കിൽ നോക്കണേ, അപ്പോൾ HI എന്ന് പറഞ്ഞാൽ വലുതായിരിക്കണം ആരെക്കാൾ? താഴത്തെ ടേമിനേക്കാൾ. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിനേക്കാൾ വലുതാവണം. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാം അത് എൻലാർജ്ഡ് ഇമേജ് ആണെന്ന്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ചെറുതാണോ വലുതാണോ എന്ന് പറയാം, സൈസ് പറയാം. ഇനി മറ്റൊന്ന് നോക്കണം കേട്ടോ. ഈ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. പോസിറ്റീവ് സൈൻ കൺവെൻഷൻ കൊടുക്കണേ. ഇപ്പോൾ എന്താ പറയുക, ക്വസ്റ്റ്യനിൽ സൈൻ കൺവെൻഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ യുവിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, വിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും മൊത്തം വരിക. മുകളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം അത് റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്. എടാ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആവാന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ഇമേജ് മുകളിലാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിന് താഴെ വരുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇൻവേർട്ടഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇത് നോക്കണേ, മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നെങ്കിൽ 2 നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ 2 പോസിറ്റീവ് ആവാം. 2 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേപോലെ തന്നെ ഇമേജ് ഇരിക്കുക. ദാറ്റ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ക്ലിയർ അല്ലേ? മറന്നു പോരുത് കേട്ടോ, വളരെ സിമ്പിളാണ്. മാഗ്നിഫിക്കേഷൻ ഇതിനാണ് ഉപയോഗിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണേ, നമുക്കൊരു ചെറിയ പ്രോബ്ലത്തിലേക്ക് പോകാം. ഒരു കോൺകേവ് ലെൻസ് തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ്. ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 2 സെൻറ്റിമീറ്ററും യു 30 സെൻറ്റിമീറ്ററുമാണ്. ഇത് നോക്കണേ, കോൺകേവ് ലെൻസ് ആണ്. കണ്ടത് വിയും കാണണം എമ്മും കാണണം, മാഗ്നിഫിക്കേഷനും കാണണം, ഇമേജ് ഡിസ്റ്റൻസും കാണണം. നോക്കൂ, കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് വി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, UF ഡിവൈഡ് ബൈ U പ്ലസ് എഫ്. ഇനി ഓരോ വാല്യൂ എടുക്കുക. എടാ നോക്കണേ, എടാ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ യു നെഗറ്റീവ് ആയിരിക്കും, യു നെഗറ്റീവ് ആയിരിക്കും, -30. ആണോ? -30. ക്ലിയർ? യു -30 ആണ്. അപ്പം ഇനി എഫ് ഫോക്കൽ ലെങ്ത്, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അപ്പോൾ -20 ആണോ? -30 ഇൻറ്റു -20 ഡിവൈഡ് ബൈ -30 -20. ഇനി താഴത്തെ ടേം ഇവിടെ നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. -30 -20 എന്ന് പറഞ്ഞാൽ -50 ആണ്. ആണോ? സിമ്പിൾ. ഇവിടുന്ന് 0 വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് -12 ആണ്. അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത് കോൺകേവ് ലെൻസ് ആണെന്ന് വിചാരിക്കാം, ഇത് കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഈ കോൺകേവ് ലെൻസിൻ്റെ ഇവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് കിട്ടുന്നത് നെഗറ്റീവാണ്, ഇമേജ് ഡിസ്റ്റൻസ് വിയു നെഗറ്റീവാണ്. അപ്പോൾ ഇമേജ് എന്തിനായിരിക്കും? ആ ഭാഗത്ത് തന്നെ കിട്ടുക. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ ഭാഗത്തായിരിക്കും ഇമേജും ഉണ്ടാവുക, കാരണം നെഗറ്റീവ് എന്നതുകൊണ്ട്. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷൻ കാണാൻ പണിയൊന്നുമില്ല. V/U സൈൻ കൺവെൻഷൻ കൊടുക്കണേ. വി എന്ന് പറഞ്ഞാൽ -12 ആണ്, -12 കൊടുക്കണം. യുവും എന്ത് തന്നെയാണ്? -30 ആണ്. അപ്പോൾ നമുക്ക് നോക്കണേ, ഇവിടുന്ന് നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി, 0.4 എന്ന് വരും. അതാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ യൂണിറ്റ് ഇല്ല എന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ 1നേക്കാൾ ചെറുതാണ്. അപ്പോൾ 1നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇമേജിൻ്റെ സൈസ് ചെറുതായിരിക്കും. ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. മാത്രമല്ല ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുന്നത്. വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ക്ലിയർ? മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ മറക്കല്ലേ, HI/HO. അപ്പോൾ 1നേക്കാൾ ചെറുതാവണമെങ്കിൽ താഴത്തെ ടേം വലുതായിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് വലുതും ഇമേജ് ചെറുതും. അതിൻ്റെ അർത്ഥം
ഇമേജ് ചെറുതാണ്, ഡിമിനിഷ്ഡ്, സ്മോൾ. ഇത് നോക്കണേ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ നോക്കൂ, കോൺവെക്സ് ലെൻസ് ആണ്. യുവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 12 ആണ്. ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ നീളം തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ ആണ്. ഫോക്കൽ ലെങ്ത് 6 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടുന്ന് വി കാണാം, ഓക്കെ, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജ് ചോദിക്കാം. ഒന്നുകിൽ ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ പറയാം, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഇമേജ് ചോദിക്കാം. അപ്പോൾ നോക്കണേ, സിമ്പിൾ കോൺവെക്സ് ലെൻസ്. ഇത് വളരെ എളുപ്പമാട്ടോ. നോക്കി, എടാ ഫോക്കൽ ലെങ്ത് 6 ആണ്, ഒബ്ജക്റ്റ് അവിടെ വെച്ചിരിക്കുന്നത് 12 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നോക്കണം, ഈ ഫോക്കൽ ലെങ്ത് 6, അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ 6ൻ്റെ ഇരട്ടി. 6ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് 2F ഒബ്ജക്റ്റ് വെച്ചിരിക്കുക. എടാ പറടാ, ഒബ്ജക്റ്റ് 2F2 വെക്കുന്നതെങ്കിൽ ഇമേജ് 2F1 തന്നെ കിട്ടുക. പ്രിൻസിപ്പൽ ആക്സിൻ്റെ പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേസുകൾ, ഈ ഫോക്കസിലൂടെ പോകുന്ന ലൈറ്റ് റേസുകൾ പാരലായിട്ടും ഒരു പോയിന്റ് ലിമിറ്റ് ചെയ്യും, അവിടെയാണ് ഇമേജ് കിട്ടുക. സെയിം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാം. അപ്പോൾ വി കിട്ടുന്നത് എവിടെ തന്നെ ഇരിക്കും? +12 ആയിരിക്കും ആൻസർ. സംശയമൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. വി കാണാൻ, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ HI/HO = V/U. ഇനി നോക്കൂ, അല്ലെങ്കിൽ V = UF/U+F. ആദ്യം ഇത് കണ്ടിട്ട് മാഗ്നിഫിക്കേഷനിലേക്ക് വരാം. നോക്കി, യുവിൻ്റെ വാല്യൂ എടുക്കുക. യു എന്ന് പറഞ്ഞാൽ -12. നോക്കണേ, -12. എഫ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ആണ്, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ +6 × 6 / -12 + 6. അപ്പോൾ -12 + 6 എന്ന് പറഞ്ഞാൽ -12 ആണ്. സോറി, -6 ആണ്. അപ്പോൾ ഈ -6ഉം നെഗറ്റീവ് ക്യാൻസലായി, 6 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12. കണ്ടോ, വെരി സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി നോക്കണേ, അത് കിട്ടിയ മാഗ്നിഫിക്കേഷൻ കിട്ടാൻ വളരെ ഈസിയാണ്. നോക്കൂ, HI നമുക്കറിയില്ല, HI കാണണം. ഓക്കെ, അപ്പോൾ HI/HO, HOൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 2 ആണ്. അപ്പോൾ 2 എടുക്കുക. = മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ V/U. വിൻ്റെ വാല്യൂ നമുക്കറിയാം, V that is 12 ആണ്. U -12 ആണ്. സൈൻ കൺവെൻഷൻ കൊടുക്കണേ, -12. അപ്പോൾ ഇനി ഇവിടുന്ന് 12 കട്ട് ചെയ്ത് പോകും. അപ്പോൾ HI എന്ന് പറഞ്ഞാൽ -2 സെൻറ്റിമീറ്റർ. ഇമേജിൻ്റെ ഹൈറ്റ് -2 സെൻറ്റിമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ -2 എന്ന് പറഞ്ഞാൽ, പിന്നെ ആലോചിച്ച് നോക്കി, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 2 ആണ്. അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റ് നേരെ മുകൾക്കാണ് നിൽക്കുന്നത്. ഇമേജിൻ്റെ ഹൈറ്റ് ഇടുന്നത് -2 ആണ്. -2 എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ടായിരിക്കും, ഇൻവേർട്ടഡ്. ഓക്കെ, ഒരേ ഹൈറ്റ് ആണ്, 2. ഓക്കെ, ഒന്ന് മുകൾക്കും മറ്റു താഴത്തേക്കും ആണെന്നേ ഉള്ളൂ. ഈ നോക്കി, മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് മൈക്രോസ്കോപ്പ്. എടാ, നമ്മൾ ലാബ് ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ മൈക്രോസ്കോപ്പ് വലിയ സംഭവമൊന്നുമല്ല, അഥവാ കോൺവെക്സ് ലെൻസാണ്. ആ കോൺവെക്സ് ലെൻസ് തന്നെയാണ് മൈക്രോസ്കോപ്പ്. നമുക്ക് 2 തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളുണ്ട്. അഥവാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ബാക്ടീരിയ പോലുണ്ടാകുന്ന എലമെൻസുകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത്. റൈറ്റ്? ഓക്കെ, നോക്കണേ, മൈക്രോസ്കോപ്പുകൾ 2 എണ്ണമാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പും ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഉണ്ട്. ഈ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കോൺവെക്സ് ലെൻസ്, അത് തന്നെയാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. നോക്കുക, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് ആക്സിസ്. നോക്കണേ, ഇവിടെ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മളൊരു സാധനം ഇങ്ങനെ തിരിക്കാറുണ്ട് അല്ലേ? അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ഫോക്കസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇടയിലായി കഴിഞ്ഞാൽ പ്രത്യേകത നോക്കി, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി സമാന്തരമായി പോകുന്ന റേസ് ആണെങ്കിൽ അവർ ഫോക്കസിലൂടെ കടന്നു പോകും. നോക്കണം, ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്ന റേ ആണെങ്കിൽ അതേപോലെ തന്നെ കടന്നു പോകും. കണ്ടോ, ഇവർ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. പക്ഷെ ഇവർ പിന്നിലേക്ക് വരക്കുമ്പോൾ അവരൊരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അപ്പം നമുക്ക് ഈ AB എന്ന് പറഞ്ഞ ചെറിയ വസ്തുവിൻ്റെ ഇമേജ് വലുതായി കിട്ടും. ഇത്തരത്തിൽ ചെറിയ ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ വലുതായി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. കിട്ടിയല്ലോ? ആണോ, വളരെ എളുപ്പമായി. ഇത് നമ്മൾ മിറർ ലെൻസിൽ പഠിച്ചതാണ്. ഓക്കെ, ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. കാരണം ഇത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒന്നുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒന്നുകൂടി വലുതായിട്ട് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമൺ മൈക്രോസ്കോപ്പിൽ 2 ലെൻസുകൾ ഉണ്ടാകും. ഒന്ന് നമ്മൾ കണ്ണ് വെച്ച് നോക്കുന്ന ഭാഗം, അതാണ് ഐ പീസ് ലെൻസ്. അതങ്ങനെ പറയാം, ഐ പീസ് ലെൻസ്.
പിന്നെ താഴെ നമ്മൾ സ്ലൈഡ് ബ്ലഡൊക്കെ ആക്കിയിട്ട് താഴെ വെക്കുന്നത്, ആ താഴെ വെക്കുന്ന ഭാഗത്തൊരു ലെൻസ് ഉണ്ട്, അതിനാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഒബ്ജക്റ്റ് വെക്കുക, ഇവിടെ ആയിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ്, അത് ഐ പീസ് ലെൻസ്. ഇതാണ് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഐ പീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വലുതായിരിക്കും. മറന്നു വരുത്, ഐ പീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അത് വലുതായിരിക്കും. അത് ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത് ചെറുതായിരിക്കും. ഒന്ന് വലുതും ചെറുതും കണ്ണിന് നോക്കുന്ന ഭാഗത്തേക്ക് വലുതായിരിക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് നോക്കി, ഞാൻ അതാ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു എ ബി. ഈ ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേ ഉണ്ട്, ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നതുകൊണ്ട്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകുന്ന ലൈറ്റ് റേസ് ആണെങ്കിൽ അത് ഈ ഫോക്കസിലൂടെ കടന്ന് ഇങ്ങനെ ഇവിടേക്ക് വരും. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നതാണെങ്കിൽ, ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്നതാണെങ്കിൽ അതേപോലെ തന്നെ കടന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അവിടെയാണ് നമുക്ക് എ ബി എന്ന വസ്തുവിൻ്റെ പ്രതിബിംബം, അതായത് ഇമേജ് കിട്ടുന്നത്. എ ഡാഷ് ബി ഡാഷ് അല്ലടാ. എടാ എന്താ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൻ്റെ ഫ്രണ്ട്, ആ കണ്ണാടിൻ്റെ ഫ്രണ്ടിൽ എന്താണ് വെക്കുന്നത് ഒക്കെ ഒബ്ജക്റ്റാണ്. കണ്ണാടിൻ്റെ മുമ്പിൽ പോയി ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ഒബ്ജക്റ്റാണ്, പേന വെക്കുകയാണെങ്കിൽ പേനൊരു ഒബ്ജക്റ്റാണ്. അങ്ങനെയെങ്കിൽ നോക്കൂ, ഈ എ ഡാഷ് ബി ഡാഷ് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ, തെറ്റിക്കരുതേ. ഇത് നമുക്ക് +2 പഠിക്കാനുള്ളതാണ്. നോക്കിയേ, അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റാണ് എ ബി, അതിൻ്റെ ഇമേജാണ് എ ഡാഷ് ബി ഡാഷ്. ഓക്കെ, ഇനി നോക്കണേ, ഈ എ ഡാഷ് ബി ഡാഷ് എന്ന ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇമേജ് ഇനി ഐ പീസ് ലെൻസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? ഐ പീസ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. കിട്ടിയോ? ഇത് ഇനി ഐ പീസ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ലൈറ്റ് റേ വീണ്ടും നമ്മളെ കണ്ണിലേക്ക് വരും. അതിന് ബിഹൈൻഡ്, അതിന് പുറകോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവരൊരു പോയിന്റിൽ കൂട്ടിമുട്ടും. അവിടെയാണ് നമുക്കതിൻ്റെ ഇമേജ് കിട്ടുക. അപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇമേജിനായിരിക്കും, എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഒബ്ജക്റ്റിനെ നമുക്ക് വലുതായിട്ട് തലകുത്തനെയാണ് നമുക്ക് കാണാം. ആയിക്കോട്ടെ, അതിനൊരു പ്രശ്നമല്ല. തലകുത്തനെ കണ്ടാൽ എന്താ? നമ്മൾ നോക്കാൻ പോകുന്നത് സ്മോൾ മൈക്രോബ്സുകളെയും അല്ലെങ്കിൽ സെല്ലുകളൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. അവരിങ്ങനെ തലകുത്തനെ വന്നാലും എങ്ങനെ വന്നാലും ഇറ്റ്സ് നോട്ട് എ മാറ്റർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് എ ബി, അതിൻ്റെ ഇമേജാണ് എ ഡാഷ് ബി ഡാഷ്. ഇനി ഐ പീസ് ലെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഐ പീസ് ലെൻസിൻ്റെ ഒബ്ജക്റ്റാണ് എ ഡാഷ് ബി ഡാഷ്, അതിൻ്റെ ഇമേജാണ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ്. ക്ലിയർ? അത്രേ ഉള്ളൂ. ഇനി നോക്കണേ, വാന നിരീക്ഷണത്തിന് സെലസ്റ്റിയൽ ബോഡീസ്, നമുക്കറിയാം നക്ഷത്രങ്ങളെയും മറ്റു ഗ്രഹങ്ങളെയും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസാണ് ടെലസ്കോപ്പ്. നോക്കാം, ടെലസ്കോപ്പുകളും 2 തരത്തിലുണ്ട്. റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പും ഉണ്ട്, റിഫ്ലക്റ്റിംഗ് ടൈപ്പും ഉണ്ട്. ഇവിടെ നോക്കണേ, റിഫ്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 ലെൻസാണ്. ഓക്കെ, ഇനി ഇവിടെ നേരെ തിരിച്ചാട്ടോ. നോക്കൂ, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. കാരണം എന്താ? എടാ, നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റ് അങ്ങ് ദൂരമുള്ള ഒബ്ജക്റ്റാണ്, അപ്പോൾ ഫോക്കൽ ലെങ്ത് വലുതായിരിക്കണം. ഓക്കെ, ഐ പീസ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ചെറുതുമാണ്. ഇത് നോക്കി, നമ്മൾ ഏത് ഒബ്ജക്റ്റ് നോക്കുന്നത് അങ്ങ് ദൂരെ, അപ്പോൾ ദൂരമുള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടുന്ന് വരുന്ന ലൈറ്റ് റേസ് ഒക്കെ എന്തായിരിക്കും? രശ്മികൾ പാരലായിരിക്കും. എടാ, പാരലായിട്ട് വരുന്ന രശ്മികളാണെങ്കിൽ അവരൊരു പോയിന്റിലേക്ക് കൂട്ടിമുട്ടും. അപ്പം അങ്ങ് ദൂരെ ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ കിട്ടും, എ ഡാഷ് ബി ഡാഷ്. അപ്പോൾ ഇൻഫിനിറ്റിയിലുള്ള ആ വലിയ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് എത്ര ചെറുതായിട്ട് കാണും. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയാണ്, അതിൻ്റെ ഇമേജാണ് എ ഡാഷ് ബി ഡാഷ്. ഇനി ആ ഇമേജാണ് ഐ പീസ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുക. അപ്പോൾ ഈ ലൈറ്റ് റേ ഇവിടുന്ന് വീണ്ടും നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. ഓക്കെ, അത് പിന്നിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നു, നമുക്ക് ഇമേജ് കിട്ടുന്നു, എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ്. അപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എടാ, അവിടെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി അല്ലേ, അപ്പോൾ ഇമേജ് ഫോക്കസിലാണ് കിട്ടുക. ഇത് ഫോക്കസ് ആയിരിക്കും, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. ശ്രദ്ധിക്കണേ, അപ്പോൾ ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയാണ്, അപ്പോൾ അതിൻ്റെ ഇമേജാണ് എ ഡാഷ് ബി ഡാഷ്. ഇനി ആ എ ഡാഷ് ബി ഡാഷ് ആണ് ഇനി ഐ പീസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക, ഐ പീസിൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഐ പീസിൻ്റെ ഇമേജാണ് എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ്. മനസ്സിലാക്കണേ, ഇതാണ് നമ്മുടെ അടുത്ത ടെലസ്കോപ്പ്, റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. ഇത് മിറേഴ്സാണ്. അല്ലെ, റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ മിറേഴ്സ് ആയിരിക്കുമല്ലോ. ഇവിടെ 2 കോൺകേവ് മിറേഴ്സുകളുടെ ഭാഗവും ഇവിടെ ഒരു കോൺവെക്സ് മിറേഴ്സിൻ്റെ ഭാഗവും. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുക.
ഒരു കയ്യിൽ കടിച്ച് നോക്കും. അപ്പോൾ അങ്ങ് ദൂരെയുള്ള ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വരുന്ന ലൈറ്റ് റേസുകൾ ഇങ്ങനെ കടന്ന് എങ്ങോട്ട് വരുന്നു, കണ്ടോ, ഈ മിററിലേക്ക് വരുന്നു. അതിനെ പ്രൈമറി മിറർ എന്ന് പറയാറുണ്ട്. അവിടുന്ന് റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് റേസ് സെക്കൻഡറി മിററിലേക്ക് വരുന്നു. അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു. അപ്പം അങ്ങ് ദൂരെ ഇൻഫിനിറ്റിയിൽ ഉണ്ടാകുന്ന വസ്തുവിൻ്റെ ഇമേജ് നമുക്ക് ഈ സെക്കൻഡറി മിററിൽ വളരെ ചെറുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ സെലസ്റ്റിയൽ ബോഡീനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വാന നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരു ടെലസ്കോപ്പാണ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്കിവിടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 2 ടെലസ്കോപ്പുകൾ. ഈ ചാപ്റ്ററിൽ ആകെ പഠിച്ചത് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ഒന്നുമില്ല. ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ലെൻസിൻ്റെ റൂളുകളാണ് അല്ലേ. ഒന്ന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോവുകയാണെങ്കിൽ അടുത്ത ഫോക്കസിലൂടെ കടന്നു പോകും. ഫോക്കസിലൂടെ പോകുന്നതാണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോകും. ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോവുകയാണെങ്കിൽ ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകും. അത് വെച്ചുള്ള ഇമേജ് ഫോർമേഷൻ, അത് കോൺകേവിനും കോൺവെക്സിനും. ക്ലിയർ ആണല്ലോ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ലെൻസ് ഫോർമുല 1/v - 1/u = 1/f മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല വെച്ചുള്ള പ്രോബ്ലംസുകളും ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ, മറന്നു പോകരുത്. പിന്നീട് നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ള മൈക്രോസ്കോപ്പും അതുപോലെ ടെലസ്കോപ്പും. 2 ടെലസ്കോപ്പുകളുണ്ട്, റിഫ്രാക്റ്റിംഗ്, റിഫ്ലക്റ്റിംഗ്. 2 മൈക്രോസ്കോപ്പ് ഉണ്ട്, സിമ്പിൾ, കോമ്പൗണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ള ടോപ്പിക്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാറ്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.